എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പം റീത്ത അമ്മ റോബിച്ചനെ വിളിക്കുവാണ്. റോബിച്ചനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന ആൻസിയാണ്. എന്നിട്ട് അതിലൂടെ എല്ലാം അന്വേഷിച്ച് നടന്നിട്ട് കാണാത്തത് കൊണ്ട് ആൻസി പറയും, അതെ റോബിച്ചൻ ഇവിടെയൊന്നും കണ്ടില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ച് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുക. നേരം വേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അവിടെ എവിടെയെങ്കിലും കാണുമല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യാം, ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഫോൺ കൊടുത്താൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഞാൻ നോക്കട്ടെ, വീടിൻ്റെ ഫ്രണ്ട് വശത്തുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആൻസി അങ്ങോട്ട് ചെല്ലുമ്പം വണ്ടിയിൽ എന്തൊക്കെയോ പണിയാണ്. അന്നേരം ഫോൺ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് റോബിച്ചിനോട് പറയുന്നുണ്ട്, വിളിച്ചേക്കുന്നത് റീതാമ്മ ചേച്ചിയാണ്, റോബിച്ചിനെ കണ്ടില്ല, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം, കണ്ടുപിടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെ പറഞ്ഞോ, എങ്കിൽ എന്തോ വള്ളി കേസാണല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഏതായാലും ആട്ട് എന്ന് പറഞ്ഞ് റോബിച്ചൻ ഫോൺ മേടിക്കുന്നു. ഫോൺ മേടിച്ചിട്ട് ഹലോ വയ്ക്കുന്നതേക്കും റോബിച്ചനാണോടാന്ന് ചോദിക്കും. അതെ എന്ന് പറഞ്ഞിട്ട് എന്നെ റീതാമ്മ ചേച്ചി വിശേഷം എന്ന് ചോദിക്കുകയാണ് റോബിച്ചൻ. നേരം വിശേഷം ഇവിടെയല്ലല്ലോ ഉള്ളത്, അവിടെയല്ലേ, നിനക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം, ആരുടെ കാര്യമായി ഈ പറയുന്നത്, അങ്ങ് കൊളത്തുപുഴയിലെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ അതൊക്കെ അറിഞ്ഞായിരുന്നോ, എന്നിട്ടാണോ നീയൊക്കെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കും. എന്നാൽ റോബിച്ചൻ പറയുന്നുണ്ട്, ആ പെൺകുച്ചിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഇവിടുന്ന് അപ്പച്ചൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പച്ചൻ കാര്യങ്ങളൊക്കെ ലാലിച്ചനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം റീതാമ്മ പറയുന്നുണ്ട്, ഓ വലിയ കാര്യമായി പോയി, അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ അപ്പച്ചൻ ഇങ്ങോട്ട് പോന്നോ, എന്നാൽ ഒരു കാര്യം കേട്ടോ, നിൻ്റെ ചേട്ടനേക്കാൾ കൂടുതൽ ആ പെണ്ണിനെ ഇപ്പം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് നിൻ്റെ അപ്പച്ചൻ തന്നെയാണ്, നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കുക, അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഏതായാലും ഇതൊന്നും വെറുതെ വിടാൻ ഞങ്ങൾ പുളിക്കൽ തറവാട്ടുകാർ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത് എന്ന് പറയുമ്പം റോബിച്ചൻ പറയുന്നുണ്ട്, ഈ കാര്യം ഞങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമല്ല, അപ്പച്ചൻ ലാലിച്ചനോട് സംസാരിച്ചിട്ടുണ്ട്, ഒരു തീരുമാനമാക്കും എന്ന് പറയുമ്പം എന്ന് തീരുമാനമാക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്, ഏതായാലും ഇത് കൂടുതൽ കാലം വെച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം, ഈ കാര്യം ആൽബിച്ചനും അതുപോലെ ഔസോപ്പിച്ചനും ഒക്കെ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അവരും അറിഞ്ഞായിരുന്നു എന്ന് പറയുമ്പം, ആഹാ നല്ല കുടുംബം, ഇങ്ങനെ ഒരു മരണം വീട്ടിൽ വന്ന് കയറിയിട്ടും അത് ഒതുക്കി തീർക്കാനാണോ നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്കിത് ഒതുക്കി തീർക്കാനാണ് താല്പര്യമെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒതുക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ലാലിച്ചനെ കൊണ്ട് ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും, എൻ്റെ അനിയത്തിയും മക്കളും അനുഭവിക്കേണ്ട സ്വത്ത് വേറൊരുത്തി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, ഏതായാലും നീ നിൻ്റെ അപ്പച്ചനോടും ആൽബിച്ചനോടും ഒക്കെ സംസാരിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കുക എന്ന് പറയും. അന്നേരം ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ കൊട്ടാരമറ്റത്തുകാർക്ക് നട്ടെല്ല് കുറവാണ്, അവർക്ക് അഭിമാനമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പം റോബിച്ചൻ അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റോബിച്ചൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നട്ടെല്ലിനും അഭിമാനത്തിനും ഒന്നും കുറവില്ല, അതുകൊണ്ട് തന്നെ സംസാരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ റീതം ചേച്ചി, ഫോൺ വയ്ക്ക്, ഞാൻ കൊട്ടാരമറ്റത്തിൽ റോബിയാണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് വിളിച്ചിരിക്കുമെന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ, നിൻ്റെയൊക്കെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം, അതുകൊണ്ട് വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് റീതാമ്മ ഫോൺ വയ്ക്കുന്നത്. ഫോൺ വെച്ച് കഴിയുമ്പം അടുത്ത് ആൻസി നിൽപ്പുണ്ടല്ലോ, ആൻസി ചോദിക്കും, എന്താ റോബിച്ച, എന്താ പ്രശ്നം, മറ്റേ കേസ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പം, അതെ ആ കേസ് അവരറിഞ്ഞു എന്ന് മാത്രമല്ല അവരവിടെ പോയി നേരിട്ട് കാണുകയും ചെയ്തു, അതിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്, ഏതായാലും അവരിത് വെറുതെ വിടും എന്ന് തോന്നുന്നില്ല, ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത്, അവരുടെ ഇതിനെതിരായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ തലയുയർത്തി ജീവിക്കാൻ പറ്റിയല്ല എന്ന് റോബിച്ചൻ പറയുമ്പം ആൻസി പറയുന്നുണ്ട്, ഈശ്വര എൻ്റെ വീട്ടിലങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, പിന്നെ ആ വഴിക്ക് പോവുകയേ വേണ്ട, വെറുതെ നാണക്കേടാകും എന്ന് പറയുമ്പോൾ റോബിച്ചൻ സൂക്ഷിച്ചങ്ങ് നോക്കുവേ. അന്നേരം ആൻസി, അല്ല ഞാൻ പറയുമായിരുന്നു, ഇത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നാണക്കേടല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം റോബിച്ചൻ പറയുന്നുണ്ട്, അതിനൊരു പരിഹാരം കാണണം, ഏതായാലും അപ്പച്ചനോട് പോയി എനിക്കിതിനെപ്പറ്റി രണ്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ആൻസി ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ചേട്ടനോട് ചോദിക്കാമല്ലോ, അതെങ്ങനെയാണ്, അങ്ങനെ ചോദിക്കണമെങ്കിൽ മുട്ട് പറിക്കൂലേ, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം റോബിച്ചൻ പറയുന്നുണ്ട്, ഞാനിത് നേരിട്ട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്, പക്ഷേ അപ്പച്ചൻ അങ്ങോട്ട് പോയതുകൊണ്ട് അപ്പച്ചൻ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കും എന്ന് കരുതി, അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, എന്തായാലും അപ്പച്ചനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് റോബർട്ട് നേരെ അകത്തേക്ക് ചെല്ലുന്നു. അന്നേരം നമ്മുടെ അപ്പച്ചൻ അവിടെ ഇരുന്ന് പത്രമൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെ, അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇതൊന്നും അടുക്കി വെക്കാൻ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുക്കി വയ്ക്കുന്നത്. നേരെ റോബിച്ചൻ ചെന്നിട്ട് ചോദിക്കും, അപ്പച്ചൻ എന്തിനാണ് എന്നോട് കള്ളത്തരം പറഞ്ഞത്, അപ്പച്ചൻ പല കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എന്നതാടാ മറച്ചു വെച്ചത് എന്ന് ചോദിക്കും. അന്നേരം റോബിച്ചൻ പറയുവാണ്, അതെ അവിടെ ലാലിച്ചൻ കൊണ്ടുവന്നേക്കുന്ന ആ പെങ്കൊച്ച് ഒരു പാവമാണെന്നും എന്തെങ്കിലും കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ചുരുണ്ട് കൂടിക്കോളുമെന്നും ആർക്കും ഒരു ശല്യമില്ലെന്നും ഒക്കെയല്ലേ ഞങ്ങളോട് പറഞ്ഞത്, എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ റീതാമ്മ ചേച്ചി ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പം അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, റീതാമ്മ വിളിച്ചോ, അവൾ എന്തിനാണ് വിളിച്ചത്
വിളിച്ചത് എന്ന്. അന്നേരം എന്തിനാണ് വിളിച്ചത് എന്ന് അപ്പച്ചൻ ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞു പോയ 5 വർഷത്തിനിടയ്ക്ക് അവൾ ഒരു തവണയെങ്കിലും നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഇപ്പം എന്തിനാണ് വിളിച്ചത്? കുത്തിത്തിരിപ്പിന് വേണ്ടിയല്ലേ? ഒരു നല്ല കാര്യമെങ്കിലും അവൾ നിന്നോട് പറഞ്ഞായിരുന്നോടാ എന്ന് ചോദിക്കുക. അന്നേരം റോബർട്ട് പറയുന്നുണ്ട്, അവർക്ക് വിളിക്കാൻ സൗകര്യമില്ലായിരുന്നു, വിളിച്ചില്ലായിരുന്നു. ഇപ്പോൾ വിളിച്ച് പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് അപ്പച്ചൻ പറ എന്ന് പറയുന്നു. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോരുന്നത് വരെ അവളെ കൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു, ഇനി ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറിയോ എന്ന് ചോദിക്കുക. അന്നേരം റോബിച്ചൻ പറയുന്നുണ്ട്, അവിടെ വന്ന് കയറിയേക്കുന്നത് ഒരു രക്ഷയാണ് എന്നാണല്ലോ റീത്താമ്മ പറഞ്ഞത്. അവൾ ആ വീടും എസ്റ്റേറ്റും എല്ലാം കൈയടക്കുമെന്നും മിക്കവാറും എൽസമ്മ ചേച്ചിയും മക്കളും വഴിയാധാരം ആകും എന്നൊക്കെ റീത്തമ്മ ചേച്ചി പറഞ്ഞു. അതൊക്കെയാണോ ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അതൊന്നും അല്ല സത്യം എന്ന്. അന്നേരം റോബിച്ചൻ പറയുന്നുണ്ട്, ഞാനേ ഈ കാര്യങ്ങളെല്ലാം പൗലോസിനെ വിളിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞത് ആ പെണ്ണ് അവിടെ ഭയങ്കര ഭരണമാണെന്നും അവനെ വരെ പേടിപ്പിക്കാൻ ചെന്നുവെന്നും ആൻ്റപ്പനെ വിറപ്പിച്ച് നിർത്തിയേക്കുവാണ് എന്നൊക്കെയാണ്. എന്നിട്ടാണോ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പെങ്കൊച്ച് സ്റ്റാൻലിയുടെ മകള് തന്നെയാണ്. അങ്ങനെ അവൻ്റെ മകളായ അവൾക്ക് ആ വീട്ടിൽ സ്ഥാനമുണ്ടോ, അതോ അവിടുത്തെ വേലക്കാരേക്കാൾ താഴെയാണോ അവളുടെ സ്ഥാനം? നീ ഒന്ന് പറ എന്ന് പറയുമ്പം അവകാശമൊക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അവകാശമുണ്ട് എന്നല്ല, അവൻ്റെ മറ്റു മക്കൾക്കുള്ളതുപോലെ തന്നെ അവകാശം അവൾക്കും അവിടെ ഇല്ലേടാ എന്ന് ചോദിക്കുമ്പം അടുത്തിരുന്ന് ആൻസി പറയുന്നുണ്ട്, അങ്ങനെ അവകാശമൊന്നുമില്ല, ലാലിച്ചൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവകാശമുണ്ട്, അല്ലാതെ ചോദിച്ച് മേടിക്കാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ എന്ന് ആൻസി പറയുമ്പോൾ റോബിച്ചൻ പറയുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള അവകാശമൊന്നും അവൾക്ക് ഇല്ല, അത് അനുവദിച്ച് കൊടുക്കേണ്ട കാര്യവും ഇല്ല എന്ന്. അന്നേരം വലിയപ്പച്ചൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം കൂട്ടിയെടുത്തുകൊണ്ട് നീ ലാലിച്ചൻ്റെ അടുത്തോട്ട് പോയി സംസാരിക്കുക, അതിൻ്റെ മറുപടി അന്നേരം അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവന് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അപ്പച്ചൻ ഈ കാര്യത്തിൽ നാണോ മാനോ ഉണ്ടോ, നാണം കിടുന്നത് ഞങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് റോബിച്ചൻ അങ്ങോട്ട് പോകും. അന്നേരം പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട് വലിയപ്പച്ചന്. അതുകൊണ്ട് വലിയപ്പച്ചൻ അപ്പം തന്നെ കുളത്തുപുഴയ്ക്ക് തിരിച്ചു വിടും കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് അലീനെ കാണിക്കുന്നുണ്ട്. അലീനയുടെ റൂമിലേക്ക് സ്റ്റാൻലി വരും. എന്നിട്ട് നീ എന്താ ചോറിനാൻ വരാത്തേ, ബാ നമുക്ക് ചോറുണ്ണാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്കിന്ന് ഉപവാസമാണ് എന്ന്. അന്നേരം രാവിലെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, നീ എന്ത് ഉപവാസം എടുക്കുന്നത്, നീയും ഭയങ്കര ഭക്തിക്കാരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, എൻ്റെ ഉപവാസത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന്. അതെന്ത് ലക്ഷ്യമാണ് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നുണ്ട്, അതിന് പകരമായിട്ട് ഞാൻ ഉപവാസം എടുക്കുകയാണ്, ആ ഒരു ദോഷം മാറിക്കിട്ടാൻ എന്ന് പറയുമ്പം നീ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം മാറുമോ? ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ പാകം ചെയ്യുന്നത്, അതാണ് വേസ്റ്റായി പോകുന്നത്, അതിനിപ്പോൾ ആർക്കാ കുഴപ്പം? ഞാൻ പൈസ കൊടുത്തൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതെൻ്റേതാണ്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഒരു പിടി ഭക്ഷണം പോലും വെറുതെ കളയാൻ നമുക്ക് അവകാശമില്ല, ഈ ലോകത്ത് ഓരോ മിനിറ്റിലും ഒരു കുഞ്ഞെങ്കിലും വിശന്ന് മരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഭക്ഷണം കളയാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പൈസ കൊടുത്താൽ മേടിക്കുന്നതെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ പൈസ പോലും പപ്പയുടെ അതല്ല, പപ്പ ഒരു കാര്യം ഓർക്കണം, പപ്പയ്ക്ക് സ്വന്തമായിട്ട് എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ ബംഗ്ലാവുണ്ട് എന്നൊക്കെ പറയും, ഇതൊന്നും പൂർണ്ണമായിട്ടും പപ്പയുടേതല്ല, പപ്പയ്ക്ക് ഒരു 10 അടി കൂടുതൽ അല്ലെങ്കിൽ ഒരു 50 അടി കൂടുതൽ മണ്ണ് ഒരു സ്ഥലത്തുനിന്ന് മാറ്റാൻ പറ്റുമോ? അതിന് പലരുടെയും അവകാശം വേണം, അനുവാദം വേണം, റവന്യൂ വകുപ്പിൻ്റെ അനുവാദം വേണം, അങ്ങനെ പല നിയന്ത്രണങ്ങളും നമ്മളുടെ മേലുണ്ട്, ഇതിലെ മേൽമണ്ണ് മാത്രമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞ് അലീന കുറേ തത്വമൊക്കെ പറയുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി പറയും, നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ട് നിൻ്റെ ഉപവാസം നടക്കട്ടെ, ഞാൻ അതിൻ്റെ അത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് ഇറങ്ങി പോവേ. പിന്നെ കാണിക്കുന്നത് കൊട്ടാരമറ്റത്തെ തറവാട് തന്നെയാണ്. റീത്താമ്മ ആൽബിച്ചിനെ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് ആൽബിച്ചൻ തറവാട്ടിലോട്ട് വരും. എന്നിട്ട് കയറി വരുന്നത് അവിടെ കാറില്ല എന്ന് കാണുമ്പം ആൻസിയോട് ചോദിക്കുക, ആൻസി എന്തെങ്കിലും ഫ്രണ്ടിലോട്ട് വന്നായിരുന്നു. ആൻസിയോട് ചോദിക്കും, റോബിച്ചിന് ഇവിടെ ഇല്ലേ എന്ന്. അന്നേരം പള്ളി വരെ പോയതാണ്, അവിടുത്തെ കൈക്കാരനല്ലേ, എന്തോ പണി നടക്കുന്നുണ്ട്, 2 ചാക്ക് സിമെൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കാൻ പോയതാണ് എന്ന് പറയും. അന്നേരം അപ്പച്ചൻ എന്ത് എന്ന് ചോദിക്കുമ്പം അപ്പൻ കുളത്തുപുഴയ്ക്ക് വിട്ടു എന്ന് പറയും. കുളത്തുപുഴയ്ക്ക് പോയോ? അവിടുന്നല്ലേ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നത്, ഇന്നലെ ഇങ്ങോട്ട് വന്നത്, ഇനി അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, മിക്കവാറും അങ്ങനെ തന്നെ നടക്കാനാ ചാൻസ്, എന്തൊക്കെയോ റോബിച്ചിനോട് പറയുന്നത് കേട്ടു എന്ന് ആൻസി പറയും. ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും റോബിച്ചൻ വരും. എന്നിട്ട് ആൽബിച്ചൻ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുമ്പം ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വാ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ആൻസി നമ്മുടെ ഷെറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഷെറിനാണെങ്കിൽ ടോണിയെ കാണണമെന്ന് പറഞ്ഞാൽ ആകെ ബഹളമാണ്. അന്നേരം ടോണി ഇങ്ങോട്ട് വരികയല്ല, നിന്നെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് എനിക്ക് അറിയത്തില്ല
അറിയത്തില്ലെന്ന് ചോദിക്കുമ്പം ഉപേക്ഷിച്ചിട്ട് പോയതൊന്നുമല്ല, കൊണ്ട് വിട്ടിട്ട് പോയതാ. ഇതിനിടയ്ക്ക് എന്നെ കാണാൻ വന്നായിരുന്നല്ലോ, അന്നേരം എനിക്ക് ഉറപ്പ് തന്നു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരാമെന്ന് ഉറപ്പ് തന്നു എന്ന് പറയുമ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. അന്നേരം അപ്പച്ചൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അപ്പച്ചൻ കുളത്തുപുഴയ്ക്ക് പോയി. അവിടെ ലാലിച്ചൻ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് അനാഥാലയത്തിൽ നിന്ന്, അതുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറയുമ്പം ആ കൊണ്ടുവന്നത് എൻ്റെ മോളാണോ, എൻ്റെ മോളും അനാഥാലയത്തിലാണ് എന്ന് പറയുമ്പം പിന്നെ നിൻ്റെ മോളൊന്നുമല്ല, അവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നതേ 10-23 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ്, നിൻ്റെ കുഞ്ഞല്ല എന്ന് പറയുമ്പം എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, എനിക്ക് എൻ്റെ ടോണിച്ചിനെയും കാണണം എന്ന് പറഞ്ഞാൽ ആകെ ബഹളം വെച്ചിട്ട് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിങ്ങ് പോവുക. അന്നേരം ആൻസി പറയുന്നുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇപ്പോൾ വന്നാൽ ഞാൻ ഭക്ഷണം എടുത്ത് തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാൻ തുടങ്ങുമ്പം നീ എങ്ങോട്ട് പോവുക ഷെറിനെ എന്ന് ചോദിക്കുമ്പം തിരിഞ്ഞു നോക്കി ഇങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന ഷെറിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.